അതുകൊണ്ട് അത്ര 2 തിമോഥെയോസിന്റെ ആ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. So that's why we could read it like this in 2 Timothy verse 3 1 to the chapter 3 verse 1 and 2. Chapter അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരും എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. This know also that the last days perilous times shall come. മനുഷ്യർ സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദുഷ്ടന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും ആയിത്തീരുമെന്ന്. People will be lovers of themselves, lovers of money, boastful, proud, abusive, disobedient to their parents, ungrateful, unholy. അപ്പോൾ നമ്മൾ ആ വേദനിക്കുവാൻ ഇടവന്നത് ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഈ ദുഷ്ടന്റെ ഈ തരത്തിലുള്ള ആത്മാവത്രേ എന്ന് വേർതിരിച്ചറിയണം. If you ever gone through that hurting situation, it's nothing but the spirit that is dwelling in that person. ഇത് പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട കാരണം അന്ത്യകാലത്ത് എന്ന് ഇവിടെ വേർതിരിച്ചു പറയുന്നു. So when we are talking about it, we have to be very specifically remember that these things would be happening at the last days. ഇത് നമ്മൾ വളരെയധികം വിജിലൻസ് ആയിരിക്കേണ്ട ഒരു കാലം അത്രേ. This is a time that for us to be very vigilant. നിന്റെ ജീവിതത്തിൽ നിന്റെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊരു വേദനയോ ബുദ്ധിമുട്ടോ ഭാരങ്ങളോ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു എങ്കിൽ, when you're facing a problem from your own people, നിന്റെ ഹല്ലേലൂയ ആ വിഷമഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഹല്ലേലൂയ അകത്തിക്കൊണ്ട് പോകുന്നു എങ്കിൽ, and that troublesome time is taking you away from Lord, മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇപ്രകാരമാണ്. we need to understand the fact here. ഇത് അന്ത്യകാലം അടുത്തിരിക്കുന്നു എന്ന്. Amen. This is the end time and it's very very soon. അന്ത്യകാലം അടുത്തിരിക്കാൻ ദൈവമക്കൾ വിജിലൻസ് ആയിരിക്കേണ്ട സമയമത്രേ. Amen. We need to be vigilant at the last days. പിശാചിന്റെ പ്രവർത്തികളെ വേർതിരിച്ചറിയുന്നവരായിരിക്കണം. We need to be discerning the work of the evil. ദൈവത്തിന്റെ ആത്മാവിനെ ധരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവത്രേ. Amen. Amen. The time is over for us to receive the power of the Holy Spirit.